ചേട്ടാ നമസ്കാരം. നമസ്കാരം. ബംഗ്ലാദേശ് ഈ ബംഗ്ലാദേശ് ഇപ്പോ യൂനിസ് അധികാരത്തിലേറിയ ശേഷം ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിരുന്നു. നരേന്ദ്രമോദിയെ വധിക്കാൻ വന്ന അമേരിക്കൻ കമാൻഡറായിട്ടുള്ള ജാക്സൺ, ടെറബിൾ ജാക്സൺ എന്നാണ് അയാളുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അയാള് നമ്മൾ അതൊക്കെ ഒരുപാട് എടുത്തതാണ്, ആ ചർച്ചയൊക്കെ ഒരുപാട് എടുത്തതാണ്. അപ്പൊ അയാള് ബംഗ്ലാദേശിന്റെ ധാക്കയിലാണ് വെടിയേറ്റ് മരിച്ചു കിടന്നത്. വെടിയേറ്റല്ല, അയാള് വിഷം കൊടുത്തു അയാൾക്ക്. പൊളോണിയം എന്ന് പറയുന്ന വിഷമാണ് അയാൾക്ക് കൊടുത്തത്. ഈ പൊളോണിയം വിഷം സാധാരണ ഈ റഷ്യ ഉപയോഗിക്കുന്ന വിഷമാണ്, റഷ്യയുടെ പ്രതിയോഗികളെ കൊല്ലാനായിട്ട്. അപ്പൊ അങ്ങനെ ചർച്ചകൾ ഒരു സൈഡിൽ ചൂട് പിടിക്കുകയാണ്. പോരാത്തതിന് നരേന്ദ്രമോദി തിരിച്ചു വന്ന ശേഷം നരേന്ദ്രമോദി ഈ ബൈറ്റ് ഞാൻ അന്നേ കേട്ടതാണ്. നരേന്ദ്രമോദി പറഞ്ഞത് ഈ ജപ്പാനിൽ നിന്ന് വന്ന സമയത്ത്, ജപ്പാനിൽ പോയിട്ട് ഇപ്പൊ കുറച്ച് നാളായല്ലോ, നമ്മുടെ ബ്രിക്സ് ഉച്ചകോടിക്ക് ജപ്പാൻ പോയിട്ട്, ജപ്പാനിൽ ഷാങ്കായി പോയിട്ട് അവിടുന്ന് ഇന്ത്യയിലോട്ട് വന്നതാണല്ലോ. എന്നിട്ടാണ് മോദി പറഞ്ഞത്, ഞാൻ ജപ്പാനിൽ നിന്ന് പോയതിനാണോ നിങ്ങൾ കൈയടിക്കുന്നത്, അതെ അവിടെ നിന്ന് തിരിച്ചു വന്നതിനാണോ നിങ്ങൾക്ക് സന്തോഷം എന്ന് മോദി പറഞ്ഞത് ആ സമയത്തെ തുടങ്ങി. പക്ഷെ ഇപ്പൊ അത് വളരെ വൈറലായി ആ വിഷയം നിൽക്കുന്നു. ഒരുപാട് കോൺസ്പിറസി തിയറീസ് അതിന്റെ ചുറ്റുമുണ്ട്. ഇതൊക്കെ കോൺസ്പിറസി തിയറീസ് മാത്രമാണ്, ഇന്ത്യൻ സർക്കാരൊന്നും ഇത് പറയുന്നുമില്ല. ഞാൻ ടു ബി ഫ്രാങ്ക്, ഞാൻ ബേസിക്കലി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമായിരിക്കാം, പക്ഷെ അത് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോ പുടിൻ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് എനിക്ക് എന്റെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുള്ള വിശ്വാസമാണ്. കാരണം അജിത് ഡോവലൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത്. അജിത് ഡോവലിന് എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട്. അന്ധമായിട്ടുള്ള വിശ്വാസം എന്ന് ചില ആൾക്കാർ പറഞ്ഞേക്കാം, ബട്ട് ഇൻ ദ സെൻസ് എനിക്ക് വളരെയധികം വിശ്വാസമാണ് ആ മനുഷ്യനെ. ആ മനുഷ്യൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട്. ഇനി അടുത്തൊരു കാര്യം, ഈ ബംഗ്ലാദേശ് അടുത്ത ഉടായിപ്പോയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് വളരെ എന്താ പറയുക, നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനം. ഈ യൂനിസ് പാകിസ്ഥാൻ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ജനറൽ സാഹിബ് ഷംഷാദ് മിർസ എന്ന് പറഞ്ഞ ഒരാൾ ഈ യൂനിസിനെ കാണാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇവൻ രണ്ടാമനാണ്, ഈ അസീം മുനീറിന്റെ രണ്ടാമനാണ് ഈ ഷാഹിദ് സംസാർ മിർസ. അപ്പോ ഇയാള് അവിടെ എത്തിയിട്ട് ഈ യൂനിസ് ഇപ്പോ ഇയാൾക്കൊരു മാപ്പ് സമ്മാനിച്ചിട്ടുണ്ട്. ഒരു കലാസൃഷ്ടിയാണെന്നാ പറയുന്നത്. നയതന്ത്ര സമ്മാനമായിട്ടാണ് ഇത് സമ്മാനിച്ചിരിക്കുന്നത്. ആ മാപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു മാപ്പാണ്, കലാസൃഷ്ടിയാണ്. അപ്പൊ ഇന്ത്യൻ ഇന്റലിജൻസിന് ഇഷ്ടപ്പെട്ടില്ല. ഇന്ത്യൻ ഇന്റലിജൻസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഈ കാര്യത്തിൽ ഞങ്ങൾ സൂക്ഷ്മമായി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിന്റെ പോക്ക് അത്ര ശരിയൊന്നുമല്ല. ഇവിടെ ടെറബിൾ ജാക്സൺ വന്നിട്ടുണ്ട്, പിന്നെ പോരാത്തതിന് 10-20 ഈ അമേരിക്കൻ സൈനികർ ഇവിടെ വന്നിട്ടുണ്ട്. അത് ചിക്കൻ നെക്കിന്റെ അടുത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. യവൻ വന്നതും ചിക്കൻ നെക്ക് ഇൻസ്പെക്ഷൻ ചെയ്യാനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോ ഒരു സൈഡിൽ പാകിസ്ഥാൻ, വേറൊരു സൈഡിൽ ബംഗ്ലാദേശ് വലിയ വലിയ പണികൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ മാപ്പ്, ഇവൻ എത്ര ധൈര്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയുടെ കക്ഷത്തിന്റെ ഇടയ്ക്ക് കിടക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇവൻ എത്ര ധൈര്യം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മ, ഇവന്മാർക്ക് ഹിമന്ത് ബിശ്വ ശർമ്മ തന്നെ ധാരാളം ഒരു വാണിംഗ് കൊടുത്തതാണ്, നീ ചിക്കൻ നെക്ക് മുറിക്കുകയാണെങ്കിൽ നിന്റെ അവിടെ 2 ചിക്കൻ നെക്ക് ഉണ്ട് ഇതുപോലത്തെ, അത് ഇന്ത്യക്ക് മുറിയാൻ വളരെ എളുപ്പമാണെന്ന് നീ ആലോചിച്ച് നോക്കും. ഇന്ത്യ വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റുമെന്നാണ് അന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രകോപനം ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇവന്മാർ എന്തിനുള്ള പുറപ്പാടാണ്? ഇവന്മാർക്ക് അറിഞ്ഞൂടെ ഇന്ത്യയുടെ പവർ എത്രത്തോളം ആണെന്ന്? അല്ലെങ്കിൽ ഇവന്മാർ ആരുടെ ബലത്തിലാണ്? നരസിംഹം സിനിമയിൽ പറയുന്നത് പോലെ നിന്റെയൊക്കെ പിറകിൽ ആരോ ഉണ്ടെന്ന് നമുക്കറിയാം, ആ വിശ്വരൂപത്തെ ഒന്ന് കാണണം എന്ന് ഇന്ത്യ പറയുന്നത് പോലെ ഇവന്മാരുടെ പിറകിൽ ആരാ? ഇതിന് ഒരു 3-4 മാസം മുമ്പ് ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണ്. യൂനിസിനെ സംബന്ധിച്ച് യൂനിസിന് ഈ അധികാരം വിട്ടൊഴിയാൻ പ്രയാസകരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോയത്. ഈ യൂനിസിനെ മാറ്റിക്കൊണ്ട് വേറൊരാളെ അവിടെ പ്രതിഷ്ഠിക്കുന്നതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയാണല്ലോ അവിടെ പ്രക്ഷോഭം ഉണ്ടായി കയറ്റിയത്. ജമാഅത്ത് ഇസ്ലാമിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം ലോകത്തിന്റെ മുമ്പിൽ കാണിക്കാൻ ഒരു നോബൽ പ്രൈസ് സമ്മാന ജേതാവിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് അവരെ സംബന്ധിച്ചൊരു മുഖം കിട്ടുന്നുണ്ട്. അപ്പൊ യൂനിസിനെ അവർക്ക് നിലനിർത്തിയേ പറ്റൂ. പക്ഷെ യൂനിസിന്റെ സേഫ് അല്ല ബംഗ്ലാദേശ്. കാരണം അവിടെ പട്ടാളം ഒരു സൈഡിൽ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു സൈഡിൽ, അവരൊക്കെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ആഹ്വാനം നൽകുന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് യൂനിസും ജമാഅത്ത് ഇസ്ലാമിയും ആയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചൈനയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് അമേരിക്ക വരുന്നു. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഈ ഏഷ്യയിൽ, ദക്ഷിണേഷ്യയിൽ ഒരു ചുവട് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. പാകിസ്ഥാനെ മാത്രം നമ്പി മുമ്പോട്ട് പോകാൻ കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ അപ്പുറവും ഇപ്പുറവും പ്രശ്നം, ചൈന പ്രശ്നം. അതിനിടയിലാണ് ബംഗ്ലാദേശ്. അവർക്ക് പണ്ട് തൊട്ടേ ആഗ്രഹമാണ് ബംഗ്ലാദേശ് കിട്ടണം എന്നുള്ളത്.
അപ്പൊ അതിന് പറ്റിയ ഒരാള് ഈ യൂനസ് ആണ് എന്ന് അമേരിക്ക തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. കാരണം യൂനസിനെ സംബന്ധിച്ച് അധികാരം നിലനിർത്തണം, അമേരിക്കയെ സംബന്ധിച്ച് അവിടെ കടന്നു കയറി ഇത് ചെയ്യണം. ഈ അവസരം നോക്കിയിട്ട് അമേരിക്ക ഇവിടെ കളിക്കുന്നത് ഡബിൾ ഗെയിമാണ്. നേരത്തെ മുമ്പ് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ പറഞ്ഞു, പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീക്കം നടത്തുന്നു. ഇവിടെ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ വഴി ഇന്ത്യക്കെതിരെ നീക്കം നടത്തുന്നു. ഇതാണ് ഇതിന്റെ സ്റ്റോറി കറക്റ്റ്. അപ്പം രണ്ടു കൂട്ടർക്കും ഇത് തന്നെ ആവശ്യം. ഇതിന്റെ ഭാഗമായി നിരന്തരം ഇന്ത്യ പ്രകോപിച്ചുകൊണ്ടിരിക്കുകയാണ് യൂനസ്. നമ്മൾ പലവട്ടം വാൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് ഒരു പാഴായ ശ്രമം നടത്തിയിരുന്നു. നമ്മൾ അന്നത് വാർത്ത ചെയ്തു. അന്ന് നമ്മൾ വെസ്റ്റ് ബംഗാളില് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് തന്നെ തിസ്ത പ്രഹാർ എന്ന് പറയുന്ന നമ്മളൊരു വമ്പൻ സൈനിക അഭ്യാസം നടത്തിയിരുന്നു. അതിൽ തന്നെ ഒന്ന് ഭയന്നു ഇവര്. പക്ഷെ ഇവരുടെ പ്രശ്നം ഇവരിത് കൊണ്ടുവന്നിരിക്കുന്ന ഇന്ന് ഭൂപടം, അതായത് ഈ ഷംഷാദ് മിർസ എന്ന് പറയുന്ന അവരുടെ ജനറലിന്, പാകിസ്ഥാനി ജനറലിന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഒക്ടോബർ 24 അദ്ദേഹം അവിടെ എത്തുന്നത്. അദ്ദേഹത്തിന് ഒരു ചിത്രം സമ്മാനിക്കുന്നു. ആ ചിത്രത്തിനകത്ത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് ബംഗ്ലാദേശുമായി ചേർന്ന് കിടക്കുന്ന ബംഗാൾ അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചിത്രമാണ് ഈ പാകിസ്ഥാനിലെ ജനറലിന് യൂനസ് സമ്മാനമായി നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു വ്യക്തം, ഇത് കലാസൃഷ്ടി എന്ന് പറയാൻ കഴിയില്ല. കാരണം ഒരു രാജ്യത്തിന്റെ ഭൂപടം തന്നെ മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ അത് ഇന്റലിജൻസ് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നയതന്ത്ര തലത്തിലും ഒരു മുന്നറിയിപ്പ് ബംഗ്ലാദേശിന് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. എന്ത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം നേപ്പാൾ ഇത്തരത്തിൽ ചെയ്തിരുന്നു. അന്ന് നമ്മൾ രൂക്ഷമായൊരു പ്രതികരണം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ചൈന അരുണാചൽ പ്രദേശിൽ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റാറുണ്ട്, വരയ്ക്കാറില്ല, പേര് മാറ്റും. അവരുടെ ചൈനീസ് പേരുകളൊക്കെ കൊണ്ടിടും ഈ അതിർത്തി ഗ്രാമങ്ങൾക്ക്. നമ്മൾ നേരെ തിരിച്ച് അപ്പുറത്ത് നമ്മുടെ പേരുകൾ ഇത് ചെയ്യും. അപ്പം ബംഗ്ലാദേശ് അത്തരത്തിൽ, അതായത് നമ്മളെ ചൊറിയുക. ഇപ്പോൾ ബംഗ്ലാദേശിൽ യൂനസിനെതിരെ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വഴിതിരിച്ചു വിടാൻ അവർക്കും എളുപ്പമായ ഒരു മാർഗം ഇന്ത്യയുമായി ചൊറിയുകയും ഇന്ത്യയുമായ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു ശത്രുത നിലനിൽക്കുന്നുവെന്ന് കാണുമ്പോൾ ഈ ജനം യൂനസിന് പിന്നിൽ അണിനിരക്കും. സ്വാഭാവികമാണല്ലോ. ഒരു രാജ്യം നമ്മളെ യുദ്ധത്തിനായിട്ട് നിൽക്കുമ്പോഴത്തേനും ഇവിടെ ജനം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും യൂനസ് തന്നെ തുടരണം. കാരണം യൂനസ് ഇല്ലെങ്കിൽ ഇപ്പൊ പണി തീരും. കാരണം മാറാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ശത്രുവുണ്ട്, ശത്രുവിനെ സൃഷ്ടിച്ചെടുക്കുക, അതുവഴി നിലനിൽക്കുക. ഇതൊരു പോളിസിയാണ്. അത് രാഷ്ട്രീയത്തിലുമുണ്ട്, ഇന്റർനാഷണൽ തലത്തിലുമുണ്ട്. നമുക്കൊരു എതിരാളിയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കും. ആരും ഇല്ലെങ്കിലും നമ്മൾ ഒരിടത്തെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമേ നിലനിൽപ്പ് മുമ്പോട്ടുള്ളൂ. സാധാരണഗതി രാജ്യങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ചില രാജ്യങ്ങൾ മാത്രമേ അത്രത്തെ ചെയ്യാറുള്ളൂ. ഇപ്പോൾ ബംഗ്ലാദേശ് നടത്തുന്ന നീക്കം ഇവിടെ, പക്ഷേ ഈ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, ഇല്ലെങ്കിൽ അവിടെ സംഘർഷം തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഏതു നിമിഷവും ആരംഭിക്കാം. ആ സമയത്ത് തന്നെ ഇന്ത്യയുടെ കിഴക്കൻ മേഖല കൂടി നമുക്കെതിരെ ഒരു അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളൊരു കണക്കൂട്ടിൽ വലിയ പ്ലാനിങ് നടക്കും. ഇതിന്റെ പിന്നിൽ പാകിസ്ഥാനുണ്ട്, അമേരിക്കയും ഉണ്ട്. ഈ ഒരു വലിയ പ്ലാനിങ് നടക്കും. പക്ഷെ ചൈന എത്രത്തോളം ഇതിൽ ഇൻവോൾവ് ആകുമെന്നുള്ള സംശയമാണ്. കാരണം ഈ അമേരിക്കയുടെ ഒരു വലിയ സാന്നിധ്യം ബംഗ്ലാദേശിൽ വന്നാൽ അത് ആത്യന്തികമായി ഏറ്റവും കൂടുതൽ ആദ്യം പണി മേടിക്കുന്ന രാജ്യം ചൈനയായിരിക്കും. കാരണം ചൈനയെ സംബന്ധിച്ച് അവരെ ഒരിക്കലും ആർക്കും നമ്പാൻ പറ്റാത്ത ഒരു രാജ്യമാണ്. നമുക്കും നമ്പാൻ പറ്റാത്ത, ലോകത്ത് ഒരു രാജ്യത്തിന് വരെ നമ്പാൻ കഴിയില്ല. ചൈനയ്ക്ക് ഇവരെ ആരെയും പണ്ടേ നമ്പുന്ന ഒരു സ്വഭാവം ഒരു രാജ്യത്തിനുമില്ല. അത് ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒരു രാജ്യവുമില്ല. ആകെ ഉള്ളത് ഉത്തര കൊറിയ മാത്രമാണ്. പക്ഷെ റഷ്യക്കുണ്ട് സുഹൃത്ത് രാജ്യം ഏതാന്ന് വെച്ചാൽ ഇന്ത്യയുണ്ട്, ബെലാറസ് ഉണ്ട്, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അമേരിക്കയ്ക്കും ഉണ്ട് ഏറ്റവും അടുത്ത കക്ഷികൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പം ഇവർക്ക് അങ്ങനെ എടുത്തു പറയാൻ ഏതെങ്കിലും രാജ്യമുണ്ടോ? ഇല്ല. കാരണം ഇവരും ആരെയും വിശ്വാസത്തിൽ എടുക്കാറില്ല, ഇവരാരും വിശ്വാസത്തിൽ എടുക്കാറില്ല. അപ്പൊ ചൈന ഒരിക്കലും ഈ അവിടെ ഒരു അമേരിക്ക വന്ന് ഇറങ്ങുന്നതിനോട് നമ്മളെക്കാൾ കൂടുതൽ എതിർപ്പ് ചൈനയ്ക്ക് തന്നെയാണ്. കാരണം ചൈനയ്ക്കായിരിക്കും അമേരിക്ക ആദ്യ പണി കൊടുക്കുക. കാരണം ഈ ലോകത്തെ വളരുന്ന രണ്ട് സമ്പദ് വ്യവസ്ഥകൾ, ഒന്ന് ചൈനയും അമേരിക്ക, അതായത് ഒന്നാം സ്ഥാനം അമേരിക്ക, രണ്ടാം സ്ഥാനം ചൈന. അപ്പൊ ചൈന മുകളോട്ട് കയറി വരിക എന്ന് വെച്ചാൽ ലോകക്രമം മാറ്റിമറിച്ച് ചൈന അമേരിക്കയുടെ ആ സീറ്റിൽ കയറി ഇരിക്കും എന്ന് അമേരിക്കയും അമേരിക്കക്കാരും കരുതുന്നു. അതാണ് അതിന്റെ വിഷയം. ഇപ്പോ ട്രംപ് വന്ന് കെട്ടിപ്പിടിക്കുന്നോ വ്യാപാര കരാർ ഒപ്പിടുന്നോ ഒന്നുള്ള ഒരു വിഷയമേ അല്ല. അതൊക്കെ പുറമേ നടക്കുന്ന ഒരു സാധനങ്ങൾ മാത്രമാണ്. അതല്ലാതെ അതിനകത്തൊരു ആത്യന്തികമായ വിജയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കരാറ് അതിൻ്റെതായ വഴിക്ക് പോകും. ഇതിനൊക്കെയുള്ള ടോർപ്പിട വെക്കല് വേറൊരു വഴിക്ക് പോകും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നമ്മളൊരു വാർത്ത, ദക്ഷിണ ചൈന കടലിടുക്കിൽ അമേരിക്കയുടെ 2 വിമാനങ്ങൾ തകർന്നു വീണിട്ടുണ്ട് ഇപ്പോ. അതായത് ഒന്നൊരു F-18 വിമാനവും മറ്റൊന്നൊരു ഹെലികോപ്റ്ററുമാണ് തകർന്നു വീണ്ടത്. പക്ഷെ ട്രംപ് പറയുന്നത് ഇന്ധനത്തിന്റെ പ്രശ്നം കൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ധനമാണോ ഇനി ഇവന്മാര് വല്ല ലേസർ അടിച്ച് വീഴ്ത്തുകയാണോ എന്നൊക്കെ ഉള്ളത് പിന്നീട് അറിയാം. പക്ഷെ ഏതായാലും പൈലറ്റും മറ്റുമൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ചൈനയും ഷീ ജിൻപിങ്ങും
പുടിനുമായിട്ട് കാണുന്നതിന് തൊട്ടു മുമ്പാണ് ചൈന കടലിൽ ഈ സാധനം വീണിരിക്കുന്നത്. 2 വിമാനങ്ങളാണ്, യുദ്ധവിമാനങ്ങൾ, F-18 മറ്റൊന്ന് ഒരു ഹെലികോപ്റ്ററും കൂടാണ് വീണിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് മാത്രമല്ല വലിയ രീതിയിൽ തന്നെ ഈ ചൈനയുമായി അടുക്കുന്നു അമേരിക്ക എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. കച്ചവടം നടക്കണം, അത്രേ ഉള്ളൂ. ഇവർക്കും കച്ചവടം നടക്കണം, അവർക്കും നടക്കണം. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു റിലേഷൻ ഇല്ല. ചൈനയുമായിട്ട് വേറെ ഒരു രാജ്യത്തിനും റിലേഷൻ ഇല്ല. ചൈന ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയോട് വലുതായിട്ട് കയറി ഭീഷണിപ്പെടുത്താനും മറ്റും നിൽക്കാത്തതെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കരുത്തുകൊണ്ട് മാത്രമല്ല, റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം ഇന്ത്യക്കൊപ്പം നിലകൊള്ളുന്നത് മാത്രമാണ്. കാരണം മുൻപ് ഒരു യുദ്ധം നമ്മൾ ചൈനയുമായി ഉണ്ടായപ്പോൾ ആ പെട്ടെന്ന് യുദ്ധം നിർത്താനുണ്ടായ കാര്യവും റഷ്യ തന്നെയാണ്. കാരണം റഷ്യ അവരുടെ പടകളെ, അവരുടെ സൈന്യത്തെ ചൈനയുടെ അതിർത്തിയിലേക്ക് നീക്കി. കാരണം ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ. അതിർത്തിയിലേക്ക് നീക്കി യുദ്ധം പെട്ടെന്ന് തീർത്തോ, ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി നിങ്ങളെ അടിക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നു. ആ ഒരു ഒറ്റ ഭയത്തിൽ മാത്രമാണ് ഇവിടെ കയറി ചൊറിയാതെ നിൽക്കുന്നത്. അപ്പം ഇതാണ് ചൈനയുടെ ഒരു ബേസിക്. അപ്പം ഈ ബംഗ്ലാദേശ് ഇപ്പോൾ ഒരുക്കു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു സംഘർഷം വരികയാണെങ്കിൽ അതേ സമയത്ത് തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തികളിൽ ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ എത്രത്തോളം അവിടുത്തെ സൈനിക മേധാവി വഖാറുസമാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് 2.5 വാറാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ഭാഗത്ത് പാകിസ്ഥാനും മറ്റൊരു ഭാഗത്ത് ബംഗ്ലാദേശുമാണ്. ഇപ്പോൾ പിക്ചർ ഏതാണ്ട് ക്ലിയർ ആയി വരുന്നു. മുമ്പ് നമ്മുടെ സൈനിക മേധാവി ശ്രീ ബിപിൻ റാവത്ത്, അദ്ദേഹം ഇപ്പോഴില്ല, അദ്ദേഹം പറഞ്ഞ കാര്യം അന്നത്തെ ഇത് വെച്ചിട്ട് പറഞ്ഞത് പാകിസ്ഥാനും ചൈനയുമാണ് 2 മുഖങ്ങൾ. 0.5 എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനുള്ള കുത്തിത്തിരിപ്പുകാരാണ്, പുഴുത്തുരുമ്പോളാണ്. അപ്പൊ അതെപ്പോഴും ഉണ്ടാകും, അത് പെർമനന്റ് ആണ്, അത് മാറില്ല, അതവിടെ പെർമനന്റ് ആണ് 0.5. ബാക്കിയുള്ള 2-ൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ 2-നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അത് ബംഗ്ലാദേശാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളൊക്കെ നമ്മുടെ ശത്രു രാജ്യങ്ങളാണ്. അപ്പൊ എല്ലാവരും ചോദിക്കും നമുക്ക് ഇസ്രായേൽ മോഡൽ പെരുമാറിക്കൂടെ എന്ന് ചോദിച്ചാൽ, ഇസ്രായേൽ മോഡൽ പെരുമാറി കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന മൊബൈൽ പിന്നെ കാണില്ല. ഈ ഡേറ്റയ്ക്കൊക്കെ തീപിടിച്ച വിലയാകും, കോളിന് വിലയാകും, പെട്രോളിന് വിലയാകും, അരിക്ക് വിലയാകും, എല്ലാത്തിനും വിലയാകും. ഇപ്പൊ നമ്മൾ ആ ഒരു ജീവിക്കുന്ന ഒരു ലാവിഷ് ജീവിതം പിന്നെ ഉണ്ടാകില്ല. അപ്പോഴെന്ത് പറയും, തിരിച്ചു പറയും ആളുകൾ. അപ്പൊ നമുക്ക് കഴിവതും എല്ലാവരും സ്നേഹത്തിൽ പോവുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ചൈനയെ സംബന്ധിച്ച് നമുക്ക് ചൈനയെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരും പറയും ചൈനയുമായിട്ട് ടൈപ്പ് വേണ്ട, ഒരു പ്രശ്നം. ചൈന ഒഴിവാക്കി നിർത്തി ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. ചൈനയ്ക്ക് ഇന്ത്യയെ ഒഴിവാക്കാൻ പറ്റില്ല, കാരണം അതിർത്തിയാണ്. നമ്മളിപ്പോ ചൈനയുമായിട്ട് ശത്രുത വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ശത്രുക്കളെ നമ്മൾ സൃഷ്ടിക്കുകയായിരിക്കും കാര്യം ചെയ്യുന്നത്. പാകിസ്ഥാനും ചൈനയും പിന്നെ ബംഗ്ലാദേശും, 3 ശത്രുക്കളെ നമ്മൾ സൃഷ്ടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു രാജ്യം ചെയ്യാറില്ല. നമ്മൾ ഇസ്രായേലൊന്നും അല്ലല്ലോ, യുദ്ധത്തിന് വേണ്ടി മാത്രം ജനിച്ച ജനതയല്ല നമ്മള്. ഇസ്രായേലിനാണെങ്കിൽ പിന്നെ രാവിലെ തൊട്ട് തോക്കുകൊടുത്ത് ഇറങ്ങിയാൽ മതി. പിന്നെ വെള്ളരിപ്രാവെന്ന് മാത്രമല്ല, നമ്മൾ വികസിത രാജ്യമാണ്. ഇപ്പൊ ഇസ്രായേലുകാരുടെ ജീവിതമല്ല ഇന്ത്യക്കാരുടെ ജീവിതം. അത് ഇസ്രായേലിൽ പോയിട്ടുള്ള വ്ളോഗുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിത സാഹചര്യവും നമ്മുടെ ജീവിത സാഹചര്യവും അവരും നമ്മൾ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സാമ്പത്തികവും കാര്യങ്ങളും മാത്രമല്ല, ഒരു അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ട്. ദാറ്റ് യുദ്ധമാണ്, അല്ലാതെ കപ്പൽ ഇസ്രായേലിന്റെ ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചായക്കടയിൽ കയറി ചായ കുടിക്കുന്നത് പോലെയാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് അവർ ബങ്കറിൽ കയറിയിരിക്കുന്നത്. സൈനം വരുമ്പോൾ ഓടിച്ചെന്ന് ബങ്കറിൽ കയറിയിരിക്കുക. നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ നമ്മൾ പറയുമല്ലോ, എന്നാ ചേട്ടാ നമുക്ക് ചായ കുടിക്കാം, അടുത്ത സെക്കൻഡിൽ നമ്മൾ ഒരു ചായ കൂടെ കുടിക്കാം എന്ന് പറയും പോലെയാണ് ഒരു ബങ്കറിൽ. ആ ബങ്കറിനകത്ത് ഇവർ യൂസ്ഡ് ആണ്. ആ ബങ്കറിനകത്ത് ഇവർക്ക് AC ഉണ്ട്, ഇവർക്ക് TV ഉണ്ട്, ഇവർക്ക് ഫ്രിഡ്ജ് ഉണ്ട്, ഇവർക്ക് എല്ലാ സെറ്റപ്പും ബങ്കറിനകത്തുണ്ട്. ഇവിടെ നിന്നും പോയ വ്ളോഗേഴ്സ് തന്നെയാണ് ഈ ബങ്കറിനെ കുറിച്ചൊക്കെ കാണിക്കുന്നതും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും. അപ്പോ ഏത് നിമിഷം ഈ സൈറൻ കേട്ടാലും ഓടി ബങ്കറിനകത്ത് കയറി. അപ്പൊ നമുക്കൊന്ന് നമ്മുടെ രാജ്യത്ത് അത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഇനി അത് സങ്കല്പിക്കേണ്ട, ഞാൻ അതിന്റെ റിയാലിറ്റി പറഞ്ഞുതരാം. നമ്മുടെ ഇവിടുന്ന് മലയാളത്തിലെ കുറെ മാധ്യമങ്ങൾ ഈ കാശ്മീരിൽ പോയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത്. അപ്പൊ നമ്മുടെ അതിർത്തിയിൽ ബങ്കറുകളുണ്ട്. അപ്പൊ ഇവിടുന്ന് പോയ ഒരു റിപ്പോർട്ടർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലൈവ്. ഇതാ ഞാൻ ഈ ബങ്കർ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ എന്റെ സുഹൃത്താണ് അദ്ദേഹം ചെന്നിട്ട് ഈ ബങ്കറിലേക്ക് കയറുമ്പോൾ വലിയ ബുദ്ധിമുട്ട്. ദൈവമേ, ഇതിൽ എങ്ങനെ ഈ മനുഷ്യർ ഇരിക്കുന്നു, ഇത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ആ വ്യക്തിക്ക് ആ ബങ്കറിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇന്ത്യ നിരന്തരമായി യുദ്ധത്തിൽ പോയി എല്ലാവർക്കും ബങ്കർ ഉണ്ടായിരുന്നു, ഇവനൊക്കെ ഇരിക്കുവോ? ഇവരാരെങ്കിലും ഒക്കെ ഇരിക്കുവോ അവിടെ? നമുക്കതിന് വല്ലതും കഴിയുമോ? അല്ലെങ്കിൽ ഈ 106 രൂപ, അതായത് പിണറായിയുടെ സംഭാവനയോടെ കൂട്ടിയാണ് 106 രൂപയുടെ കേരളത്തിൽ പെട്രോളിന്. ആ 106 രൂപ പെട്രോൾ അടിച്ചിട്ട് തെരുവിളിക്കുകയാണ് പെട്രോൾ എന്ത് വിലയാണെന്ന്. നാളെ അപ്പൊ പെട്രോളിന് 150 രൂപ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഈ സാധനങ്ങൾക്ക് തീ പിടിച്ച വില, വെളിച്ചെണ്ണയ്ക്ക് എത്ര 500 രൂപയോ എങ്ങാണ്ടാണ് ഇപ്പൊ വില, 480 എങ്ങാണ്ടാണ് വെളിച്ചെണ്ണയുടെ വില. ഇതിനൊക്കെ തീ പിടിച്ച വിലയായി കഴിയുമ്പോൾ നമ്മളെ ഇതങ്ങ് പോകും. അപ്പൊ പറയും നെഹ്റു ആയിരുന്നു നല്ലത്, ഇന്ദിരയായിരുന്നു നല്ലത്, അന്നത്തെ നയമായിരുന്നു നല്ലത് നമ്മളെന്ന് പറയും. ഇതാണ് ഇതിന്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. അതായത് നമ്മൾ മുമ്പോട്ട് നമ്മൾ വികസിത രാജ്യമായിട്ട് മുമ്പോട്ട് പോവുക. അതല്ല നമ്മൾ അഫ്ഗാനിസ്ഥാനെ പോലെ തകരാനാണ് ആഗ്രഹമെങ്കിൽ നമുക്ക് എല്ലാവരോടും ശത്രുതയും
ഉണ്ടാകാം. ഇനി എത്ര നാൾ നമ്മൾ ആയുധം ഉണ്ടാക്കും അങ്ങനെ പോവുകയാണെങ്കിൽ? നമ്മൾ തകർന്നു പോയാൽ നമുക്ക് ആയുധം ഉണ്ടാക്കാനുള്ള പണം എവിടുന്ന്, ആയുധം ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എവിടുന്ന്, ആയുധം ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എവിടുന്നാണ് നമുക്ക് പിന്നെ വരുന്നത്? ഇല്ല. അന്ന് പിന്നെ നമ്മൾ ആയുധങ്ങൾ വാങ്ങാൻ, യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ആയുധങ്ങൾ വാങ്ങാൻ ആരും ഉണ്ടാകില്ല. യുദ്ധത്തിൽ ജയിക്കുന്ന രാജ്യങ്ങളുടെ ആയുധം വാങ്ങാൻ ആളുണ്ട്. യുദ്ധത്തിൽ എപ്പോഴും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ നിന്ന് ആരും ആയുധം വാങ്ങാറില്ല. മറ്റ് ബിസിനസ്സുകളൊന്നും നടക്കത്തില്ല. ട്രംപിനൊക്കെ താരിഫ് പോലും പിന്നെ പ്രഖ്യാപിക്കേണ്ട വരത്തില്ല. കാരണം കച്ചവടം ഇല്ല, കച്ചവടം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. യുദ്ധം നടക്കുന്നിടത്ത് ഏത് വഴിയാണ് കച്ചവടം വരേണ്ടത്? വരില്ല. അങ്ങനെ എല്ലാ വഴിയും തടയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും രമ്യത പോവുക എന്നുള്ളതാണ്. പിന്നെ ഒരു രക്ഷയും ഇല്ലെന്ന് കാണുമ്പോൾ മാത്രം ആയുധം എടുക്കുക. അത് തന്നെയാണല്ലോ പുരാണങ്ങളും ചെയ്യുന്നത്. മാക്സിമം ഭഗവാൻ കൃഷ്ണനായാൽ തന്നെ എല്ലാവരോടും വളരെ കൂളായിട്ട് നീ ഒതുങ്ങ് എന്ന് പറഞ്ഞ് അവസാനം അവൻ ഒതുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് അദ്ദേഹം ആയുധം എടുക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ഒരു സുദർശന ചക്രം എന്നൊരു ആയുധമുണ്ട്. വളരെ റയറായിട്ട് മാത്രമേ അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അതായത് വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും അദ്ദേഹം അത് പുറത്തെടുക്കാറില്ല. കാരണം എന്താ? നയതന്ത്രപരമായിട്ട് ഞെട്ടും ബോൾട്ടും ശത്രുവിന്റെ ഞെട്ടും ബോൾട്ടും അഴിച്ചിടും. ഒട്ടും നയതന്ത്രപരമായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് അദ്ദേഹം അവസാനം സുദർശന ചക്രം പുറത്തെടുക്കുന്നത്. ഈ ശിശുപാലൻ എന്ന് പറഞ്ഞ ഒരു 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 ആളുണ്ടായിരുന്നു കേട്ടോ. ഈ ശിശുപാലന്റെ അമ്മ ജനിച്ചപ്പോ തന്നെ ശിശുപാലന്റെ അരയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 101 105 മയിൽപ്പീലി എന്തോ കെട്ടിക്കൊടുത്തു. അവൻ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഓരോ മയിൽപ്പീലി ഉതിർന്നു വീഴും. എന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മകനെ വധിക്കരുത്, കാരണം അവൻ ഇത്ര തെറ്റ് ചെയ്താൽ അവന്റെ ഓരോരോ മയിൽപ്പീലികളായിട്ട് ഉതിർന്നു വീഴും. അങ്ങനെ ഉതിർന്നു വീഴുമ്പോൾ ലാസ്റ്റ് മയിൽപ്പീലി ലാസ്റ്റത്തെ തെറ്റാണ്, അതുകൂടെ ഉതിർന്നു വീണാൽ അവൻ വധിക്കപ്പെടാൻ അർഹനാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഇന്ദ്രപ്രസ്ഥം അവിടെ വെച്ചിട്ട് ശിശുപാലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ അധിക്ഷേപിക്കും. കേട്ടോണ്ടിരിക്കും, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. ഓരോ അധിക്ഷേപത്തിനും ഓരോ മയിൽപ്പീലിയായിട്ട് ഉതിർന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കും. അപ്പൊ കൃഷ്ണൻ ചോദിക്കും, അനിയാ ശിശുപാല, നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നിന്റെ മയിൽപ്പീലികൾ ഉതിർന്ന് വീഴുന്നത് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇയാൾക്ക് മതോന്മത്തനായിട്ട് പറയുക, അഹങ്കാരം തലക്കി പിടിച്ച് പറയുക. അങ്ങനെ പറഞ്ഞ് കൃഷ്ണൻ ആ 101-ാമത്തെയോ 105-ാമത്തെയോ ലാസ്റ്റ് മയിൽപ്പീലി ഉതിർന്ന് വീഴുന്ന ആ സമയത്താണ് സുദർശന ചക്രം പുറത്തെടുക്കുന്നത്. അത്ര ക്ഷമിക്കും കൃഷ്ണൻ. അല്ല, അതാ ഞാൻ നോക്കിയിട്ട് നമ്മൾ ഈ ജേർണലിസ്റ്റുകളെ കുറിച്ച് പറയും. ലോകത്തെ ആദ്യത്തെ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് നാരദൻ എന്നാണ് നമ്മുടെ പുരാണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാരദന്റെ ഇതും ജേർണലിസം ആയിരുന്നല്ലോ. ലോകത്തെ ഈ ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ നയതന്ത്ര വിദഗ്ധൻ ഭഗവാൻ കൃഷ്ണനായിരുന്നു. അദ്ദേഹം എത്രയൊക്കെ വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. മഹാഭാരത യുദ്ധം തന്നെ അദ്ദേഹം ഇടപെട്ടിരുന്നതല്ലേ. എത്തൊക്കെ അദ്ദേഹത്തിന്റെ ഡീലുകൾ എങ്ങനെയാ, ചർച്ചകൾക്കും മറ്റും അദ്ദേഹം പോകുന്നതും അതിനുവേണ്ടി മുമ്പോട്ട് വെക്കുന്ന ഫോർമുലകളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അതൊന്നും നടന്നില്ല, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും നല്ലൊരു നയതന്ത്ര വിദഗ്ധനാണ്. അപ്പം നമ്മുടെ ഒരു പാരമ്പര്യം അതാണ്. കാരണം നമ്മൾ മാക്സിമം എല്ലാവരോടും ക്ഷമിച്ചും സഹകരിച്ചും സ്നേഹിച്ചും പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം നമ്മളുടെ കൂടെ ഒരു വികസനം നമ്മൾ കാണുന്നുണ്ട്. ആ വികസനത്തിലാണ് നമ്മൾ മുമ്പോട്ട്. നേരത്തെ ധനുഷ് ചോദിച്ച കണക്ക് 20,000 കോടി രൂപയാണ് ഒരു മിസൈൽ വിടുന്നത്, അല്ലെങ്കിൽ 20 കോടി രൂപയാണ് ഒരു മിസൈൽ വിടുന്നതെങ്കിൽ എത്ര റോഡ് പണിയാം, എത്ര പാലം പണിയാം, എത്ര എയർപോർട്ട് പണിയാം. നരേന്ദ്രമോദി അധികാരത്തിൽ കയറുമ്പോൾ ഈ രാജ്യത്ത് 77 എയർപോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 148 എയർപോർട്ട് ഉണ്ടായി. അത് യുദ്ധം ചെയ്ത് നേടിയെടുത്തതല്ല. നയതന്ത്രപരമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് കണക്ട്, ചെറുതും വലുതും എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നേടിയെടുത്തതാണ് ആ പൈസ മുഴുവൻ. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് ട്രംപ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയോട്? കാരണം ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാൻ വേണ്ടിയിട്ടാണത്. സാമ്പത്തികമായി നമ്മളെ ഞെരുക്കാനാണ് ഈ ഉപരോധവും റോസ് നിഫ്റ്റിനടക്കം ഇപ്പൊ ഉപരോധവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിൽ വരരുത്, ഇവൻ പൈസ ഉണ്ടാക്കരുത്. ട്രംപ് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, ഇന്ത്യക്കാര് അവിടുന്ന് ക്രൂഡ് ഓയിൽ മേടിച്ച് അവരുപയോഗിക്കാനാണ് ഞാൻ കണ്ണടച്ചത്, എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇവന്മാർ അത് മേടിച്ചിട്ട് മറിച്ച് വിറ്റ് എത്ര കോടികളാണ് അവരുണ്ടാക്കുന്നതെന്ന് നോക്കണം 2022 മുതൽ എന്ന് ഓപ്പണായിട്ട് എനിക്ക് പറയേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. ഏതായാലും ബംഗ്ലാദേശിന്റെ ഒരു നീക്കം ഒരു കടുത്ത നീക്കം തന്നെയാണ്. എനിക്ക് തോന്നുന്നു വാർത്ത ഇപ്പോഴാണ് അത് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോ നാളെയോട് കൂടി അതിന്റെ ഒരു കുറച്ചുകൂടെ ഫോളോ അപ്പ് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.